2022 ഓഗസ്റ്റിൽ മാനുഫാക്ചർ ചെയ്തതാണ്. മെയ്ഡ് ഇൻ ചൈന എന്നാണ്. നമ്മൾ അൺബോക്സ് ചെയ്യുകയാണ്. ഇത് ആമസോണിൽ നിന്ന് മേടിച്ചാണ്. അറൗണ്ട് 4300 റുപ്പീസാണ്. ആൾമോസ്റ്റ് MRP അടുത്ത് തന്നെ കൊടുത്താണ് ഇത് മേടിച്ചത്. എനിക്കൊന്ന് ഇതിൻ്റെ പ്രൈസ് ഇപ്പോൾ കൂടിയിട്ടുണ്ട്. പണ്ട് ഇത്രയും പ്രൈസ് ഇല്ലായിരുന്നു. അപ്പോൾ ഇതിന് പ്രൈസ് കൂടിയിട്ടുണ്ട്. അപ്പം ആദ്യം കാണുന്നത് അതിൻ്റെ മാനുവൽസ് പ്ലസ് അതിൻ്റെ TS പാരാമീറ്റേഴ്സൊക്കെയാണ്. പിന്നെ ഇതിൻ്റെ മാനുവലിൻ്റെ കൂടെ ഒരു വാറണ്ടി കാർഡും ഉണ്ട്. മാനുവലിനകത്ത് ബേസിക്കലി എങ്ങനെയാണ് കണക്ഷൻ കൊടുക്കുന്നതെന്ന്, ഇപ്പോൾ എക്സാമ്പിൾ 2 വൂഫർ കൊടുക്കുകയാണെങ്കിൽ എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നതൊക്കെ TS പാരാമീറ്റർ കാറിൻ്റെ ബോക്സുമായിട്ട് ബന്ധപ്പെട്ടാണ് കൊടുത്തേക്കുന്നത്. എല്ലാം കാറിനകത്ത് ഉപയോഗിക്കുന്ന സീൽഡ് ബോക്സും വെൻഡഡ് ബോക്സിൻ്റെയും ഡയമെൻഷൻസാണ് കൊടുത്തിരിക്കുന്നത്. ഡയമെൻഷൻസ് അല്ല, വോളിയം ഡീറ്റെയിൽസാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഫ്രീക്വൻസി റെസ്പോൺസും കാണിച്ചിട്ടുണ്ട്. പിന്നെ വാറണ്ടി കാർഡാണ്. ഇത് രജിസ്റ്റർ ചെയ്യാൻ എങ്ങനെയാണെന്ന് അറിയത്തില്ല. എനിക്കൊന്നും ഇത് ഡീലർ സ്റ്റാമ്പൊന്നും ഇല്ല. പിന്നീട് 2 സ്റ്റിക്കറാണ് JBLൻ്റെ. അത് നമുക്ക് ബോക്സിൽ ഒട്ടിക്കാവുന്നതാണ്. കുറച്ച് ഹെവി അല്ല, അറിയാവുന്ന പോലെ 12 ഇഞ്ച് ആയതുകൊണ്ട് കുറച്ച് ഹെവിയാണ് ഈ വൂഫർ. നല്ല വെയിറ്റ് ഉണ്ട്. പിന്നെ ഇത് വന്നപ്പോൾ തന്നെ അതിൻ്റെ കവറൊക്കെ ടിയറായിരുന്നു. അതിന് എന്താണെന്ന് അറിയത്തില്ല. അപ്പോൾ നോക്കിയപ്പം വലിയ കുഴപ്പമൊന്നുമില്ല, ഡാമേജ് സംഭവങ്ങളൊന്നുമില്ല. പിന്നെ ഇതിൻ്റെ ബാക്ക് വശം നോക്കുമ്പോൾ ഇതിൻ്റെ ഒറിജിനൽ സ്റ്റിക്കർ ഹർമാൻ്റെ സ്റ്റിക്കറും ഒക്കെ ഉണ്ട്. ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന് തോന്നുന്നില്ല, എങ്കിലും നമുക്ക് ഡൗട്ടുണ്ട്. പക്ഷേ പെർഫോമൻസ് നോക്കിയാൽ അറിയാം. പിന്നെ ഇതിൻ്റെ യുണീക്ക് QR കോഡുണ്ട്. അപ്പോൾ അതൊരു അഡ്വാൻറ്റേജ് ആണ്. ഈ യുണീക്ക് QR കോഡ് ഒറിജിനലിൻ്റെ ഒരു റെപ്രസെൻറ്റേഷനാണ്. പക്ഷേ അതും ഇപ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് അറിയത്തില്ല. എന്തായാലും നമുക്ക് അടുത്ത വീഡിയോ കാണാം ഇതിൻ്റെ ടെസ്റ്റിങ്ങും പിന്നെ